നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചർ പുട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അത് എങ്ങനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് സിമൻറ്റ്, എംസാൻഡ്, വാൾപുട്ടി, ഡോക്ടർ ഫിക്സ്ഡിൻ്റെ കോൺക്രീറ്റ് മിക്സിങ്ങിൽ ചെയ്യുന്ന URP, പിന്നെ മാർബിൾ സാൻഡും അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റും ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വൈറ്റ് കളറിലുള്ള ടെക്സ്ചർ പുട്ടി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർബിൾ സാൻഡും അതുപോലെ വൈറ്റ് സിമെൻറ്റുമാണ് ഗ്രാസ് സിമെൻറ്റിന് പകരമായിട്ടും അതുപോലെ എംസാൻഡിന് പകരമായിട്ടും ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ള ടെക്സ്ചർ പുട്ടി നമുക്ക് കിട്ടും. നമുക്കിത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പൗഡർ ടൈപ്പിൽ മാത്രമാണ് നമ്മളിത് വെക്കാൻ പാടുള്ളൂ. ഇതിൽ വെള്ളമൊഴിച്ച് നമ്മൾ അടച്ച് വെക്കരുത്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ നിന്നും വൈറ്റ് സിമെൻറ്റും അതുപോലെ പൗഡർ പുട്ടിയും ഒഴിവാക്കിയിട്ട് അക്രലിക് പുട്ടി ഇതിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എടുത്തു വെക്കാനായിട്ട് പറ്റും. നമ്മൾ പിന്നെ അടിക്കുന്ന സമയത്ത് മാത്രം മിക്സിങ്ങിലോട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഇടുക. അതല്ലെങ്കിൽ ഇത് കട്ടയായി പോകും. പക്ഷേ അക്രലിക് പുട്ടിയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നതെങ്കിൽ കട്ടയായി പോകില്ല, നമുക്ക് അടച്ചു വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും സിമൻറ്റ് ഇതിൽ ആഡ് ചെയ്യരുത്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ച് യൂസ് ചെയ്യാനുള്ള വസ്തുവാണെങ്കിൽ അത് നമ്മളെപ്പോഴും ഓർക്കുക. പിന്നെ ഇതിൽ എംസാൻഡൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരിക്കലും ആ പൗഡർ ടൈപ്പിലുള്ളതെടുത്ത് ഇതിലോട്ട് ഇടരുത്. നമ്മൾ പഞ്ചസാര തരി പോലെ അരിച്ചെടുത്ത ആ തരിയാണ് ഇതിൽ ചേർക്കേണ്ടത്.